അവർ ഓളങ്ങൾ സൃഷ്ടിച്ചോട്ടെ. ഞാൻ ജനങ്ങളുടെ ജീവിത പ്രശ്നം കൈകാര്യം ചെയ്യും. ഞാൻ പ്രചരിപ്പിക്കുന്ന ഏതെങ്കിലും സത്യവിരുദ്ധമായ കാര്യങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാട്ട്, ഞാൻ പ്രചരണം അപ്പം അവസാനിപ്പിക്കും. സൈബറിൽ ഞങ്ങൾ ഇടപെടുന്നില്ല. വേറെ എൻ്റെ പേഴ്സണൽ മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി കൂടി ഞാൻ പറയുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ ഒരു തരത്തിലും അവരുടെ ഇടയിൽ സൈബർ നടപടികളിൽ കയറി സൈബർ ആക്രമണം നടത്തുക എന്ന നിലപാട് ഞങ്ങളെ പ്രവർത്തകർ സ്വീകരിക്കുന്നത് ഞങ്ങളുടെ നിലപാടല്ല. അത് അത്തരം നിലപാടുകൾ ഒരിക്കലും സ്വീകാര്യമല്ല. ഇബ്രാഹിം രക്തസാക്ഷിയായത് RSSകാർ കുത്തിക്കൊന്നതാണ്. അഹമ്മദ് മാസ്റ്റർ ഉണ്ണര ഒരു പയ്യോളിയിലുള്ള ഒരു പ്രശ്നത്തിൽ കുത്തിക്കൊലപ്പെടുത്തിയതാണ്. എങ്ങനെ ഞങ്ങൾക്ക് BJP RSS ആയിട്ട് ഡീലുണ്ടാക്കാൻ കഴിയും? ഇപ്പോൾ പേരാമ്പ്രയിൽ കേരളത്തിൻ്റെ LDFൻ്റെ ഏറ്റവും ഉറച്ച കോട്ടകളിലൊന്നാണ് പേരാമ്പ്ര എന്ന് പറയുന്നത്. കോഴിക്കോട് പറയുമ്പോൾ ഇപ്പോൾ രണ്ട് വട്ടം താങ്കളിപ്പോൾ മത്സരിച്ച് കഴിഞ്ഞു തുടർച്ചയായിട്ട്. മൂന്നാമതും പേരാമ്പ്രയിൽ മത്സരിക്കുമ്പോൾ എന്താണ് വോട്ടർമാർക്ക് ഉള്ളൊരു വാഗ്ദാനം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന കർമ്മപരിപാടികളാണ് വാഗ്ദാനം. കഴിഞ്ഞ 2 തവണ ഞാൻ മത്സരിച്ചപ്പോഴും 3 തവണ മത്സരിച്ച ഓരോ ഘട്ടത്തിലും വോട്ട് വർദ്ധിക്കാനുണ്ടായത്. 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഭൂരിപക്ഷം 22,000 ഈ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുൻതൂക്കം വർദ്ധിക്കും, ഭൂരിപക്ഷം വർദ്ധിക്കും. അതിന് സഹായകരമായ അന്തരീക്ഷമാണ് മണ്ഡലത്തിലുള്ളത്. നമുക്ക് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നടന്നിട്ടുണ്ട്. ജനങ്ങൾക്ക് സാമൂഹ്യക്ഷേമ നടപടികളിലും ജനങ്ങൾക്ക് വലിയ വിശ്വാസമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവരുടെയെല്ലാം ക്ഷേമ തുക വർദ്ധിപ്പിക്കുന്ന നിലപാടിലേക്കെത്തി. ഇത് ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. അതിൽ ഞങ്ങൾ പ്രധാനമായിട്ട് ലക്ഷ്യപ്പെടുന്നത് കാർഷിക മേഖലയിലുള്ള മാറ്റമാണ്. പിന്നെ തൊഴിലിന് സ്ത്രീകൾക്കാണ് മുൻഗണന. ഈ നിലപാടെല്ലാം എടുത്ത് ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമമാണ് നടക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരും. ആ ഗവൺമെൻറ് ജനക്ഷേമ നടപടികൾ നേരത്തെ തുടങ്ങിയതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് പേരാമ്പ്ര മണ്ഡലത്തിലും ഞങ്ങൾ സ്വീകരിക്കുന്ന സമീപനം. സർ, താങ്കളുടെ എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ UDFൻ്റെ ഒരു യങ് ആയിട്ടുള്ളൊരു മുഖമാണ്. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം റീലുകൾ അങ്ങനെ ഒരു ഓളുണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ അത്ര ഒരു വിജയസാധ്യത കൽപ്പിച്ചിരുന്നില്ലെങ്കിലും ഇപ്പോൾ പ്രചാരണത്തിൽ കുറച്ച് മുന്നോട്ട് പോയി, അല്ലെങ്കിൽ ഒരു ബലാബലം പിടിക്കാൻ സാധ്യതയുണ്ടെന്നൊരു അഭിപ്രായം വരുന്നുണ്ട്. അപ്പോൾ എതിർ സ്ഥാനാർത്ഥി ശക്തി കൂടി വരുന്നുണ്ടോ? അല്ല, അവർ ഓളങ്ങൾ സൃഷ്ടിച്ചോട്ടെ. ഞാൻ ജനങ്ങളുടെ ജീവിത പ്രശ്നം കൈകാര്യം ചെയ്യും. ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾക്ക്, ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിക്കുന്നതും അതിനു വേണ്ടിയാണ്. അത് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇവിടെ കൈവരിച്ച നേട്ടങ്ങളുണ്ട്. അത് കുറെ കൂടി ശക്തിപ്പെടുത്തും. ഇപ്പം നമ്മൾ നിൽക്കുന്ന റോഡ് പഴയ കാലത്ത് ഈ റോഡല്ല. ഈ നാട്ടുകാരോട് ആരോടും ചോദിച്ചു നോക്ക്. ഇങ്ങനെയുള്ള നിരവധി റോഡുകൾ, പാലങ്ങൾ, മറ്റേ ആരോഗ്യ മേഖലയിലെ വികാസം, വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണം, ഇതെല്ലാം വിപുലമായി ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഓളം സൃഷ്ടിക്കാനല്ല ശ്രമിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ആ നിലയിൽ ജനങ്ങൾ എൻ്റെ പ്രവർത്തന രീതിയെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. തുടർച്ചയായിട്ട് അത് ജയിക്കുന്ന മണ്ഡലം എന്നുള്ള നിലക്ക് പ്രതിപക്ഷം കുറച്ചുകൂടി ഒരു വികസനം തന്നെയാണ് മുൻനിർത്തിയൊരു ക്യാമ്പയിൻ ശ്രമിക്കുന്നത്. ഇതിപ്പോൾ ചക്കിട്ടപ്പാറയിൽ മാത്രമേ ഹോസ്പിറ്റലുള്ളൂ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് സൗകര്യക്കുറവുണ്ട് എതിർ സ്ഥാനാർത്ഥി പറഞ്ഞിരുന്നു. അങ്ങനെ ശരിയല്ല. ഹോസ്പിറ്റൽ ഇല്ല. പെരുവണ്ണാമൂഴിയിൽ ആശുപത്രി ഉണ്ട്. പെരുവണ്ണാമൂഴിയിൽ ആശുപത്രി അതാവുന്ന പേരാമ്പ്രയിൽ അതൊരു ആശുപത്രി ഉയരുന്ന ഏതാണ്? ഇത് തന്നെയാണ് പ്രശ്നം. ഈ കളവെന്തിനാണ് പ്രചരിപ്പിക്കുന്നത്? സത്യവിരുദ്ധമായ കാര്യങ്ങൾ എന്തിനാണ് പ്രചരിപ്പിക്കുന്നത്? ഞാൻ പ്രചരിപ്പിക്കുന്ന ഏതെങ്കിലും സത്യവിരുദ്ധമായ കാര്യങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാട്ട്, ഞാൻ പ്രചരണം അപ്പം അവസാനിപ്പിക്കും. പേരാമ്പ്രയിൽ ഒരു ആശുപത്രി, താലൂക്ക് ആശുപത്രി ഉയരുന്നു 77 കോടി രൂപ ചെലവിൽ. അതിൻ്റെ 56 കോടി രൂപ ധനവിനിയോഗത്തിന് ഗവൺമെൻറ് അനുവാദം നൽകി. ഇപ്പോൾ അവിടെ കെട്ടിടം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 7 നില കെട്ടിടം. ആ കെട്ടിടം വന്നു കഴിഞ്ഞാൽ എല്ലാ നിലവാരത്തിലുള്ള ചികിത്സാ രീതി പേരാമ്പ്രയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതിൻ്റെ തൊട്ടടുത്താണ് മേപ്പയൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. മേപ്പയൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു 6 ട്രാക്കുള്ള സിന്തറ്റിക് ട്രാക്കുള്ള ഒരു ഗ്രൗണ്ട് ഏതെങ്കിലും ഉണ്ടോ? കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഒരു ഗ്രൗണ്ട്? ഒരു സ്കൂളിൽ ഗ്രൗണ്ട് ഉണ്ടാവും. ഗ്രൗണ്ട് ധാരാളമുണ്ട്. പക്ഷേ ഒരു സ്കൂളിൽ അങ്ങനെ ഒരു ഗ്രൗണ്ട് ഉണ്ടോ? ഇനിയും സ്പോർട്സ് രംഗത്ത് വികാസം കൈവരിക്കാനാണ് ശ്രമിക്കുന്നത്. എങ്ങനെ? ചക്കിട്ടപ്പാറയിൽ ഒരു സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അത് താൽക്കാലികമായി
നടന്നിട്ടില്ലെങ്കിലും അത് തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നൈറ്റ് ലൈഫിന് വേണ്ടി ആഗ്രഹിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് അവിടെ നമ്മുടെ പേരാമ്പ്ര ബൈപ്പാസ് റോഡ്, പേരാമ്പ്രയിൽ ഒരു പുതിയ ടൂറിസം പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കേവ് ടൂറിസം പദ്ധതി, പേരാമ്പ്ര ചേർമല. അവിടെ വിദ്യാർത്ഥികൾക്ക് രാത്രി കാലങ്ങളിലോ പകൽ സമയങ്ങളിലോ പഠിക്കുന്നതിനും കമ്പ്യൂട്ടർ സൗകര്യങ്ങൾ, ഈ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി, ഇൻ്റർനെറ്റ് സൗകര്യം ഉൾപ്പെടെ അവിടെ ഏർപ്പെടുത്തി പ്രായോഗികമായി പുതിയ തലമുറയെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളെല്ലാം ഞങ്ങൾ നടപ്പിലാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വസ്തുതയെ എന്തിനാണ് അവഗണിക്കുന്നത്? ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. 1950 അല്ലേ, അത് 1950 കോടി രൂപയുടെ വികസനം ഈ 10 വർഷക്കാലത്തിനിടയിൽ പേരാമ്പ്ര മണ്ഡലത്തിൽ നടപ്പിൽ. അതൊക്കെ ഇവിടെ കാണാനുണ്ട്. റോഡുകളുണ്ട്, പാലങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പം അവിടെ ചക്കട്ടപാറയിൽ ഒരു ആശുപത്രി ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അത് ഞങ്ങളെ മോശപ്പെടുത്താനല്ലേ? അതൊന്നും ജനങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല. സ്ഥാനാർത്ഥിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ കായംകുളത്ത് സ്ഥാനാർത്ഥിയെ കുറിച്ച് ഞാനൊന്നും സംസാരിച്ചു ഇല്ല നിങ്ങൾ സംസാരിച്ചൊന്നുമല്ല. കായംകുളത്ത് പ്രതിഭയ്ക്കെതിരെ ഒരു സ്ത്രീവിരുദ്ധ പരാമർശം ഉണ്ടായപ്പോൾ അതിനുശേഷം തന്നെ പറിച്ചുവിട്ടെന്നായിരുന്നു ഫാത്തിമ തൊയ്ലിക്കെതിരെ സൈബർ സ്പേസിൽ ഭയങ്കരമായിട്ട് ആക്രമണം. അത് അസംബന്ധമാണ്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെ, ഇവിടുത്തെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഒരു നിലപാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടില്ല. സൈബറിൽ ഞങ്ങൾ ഇടപെടുന്നില്ല. വേറെ എൻ്റെ പേഴ്സണൽ മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടി ഞാൻ പറയുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ ഒരു തരത്തിലും അവരുടെ ഇടയിൽ സൈബർ നടപടികളിൽ കയറി സൈബർ ആക്രമണം നടത്തുക എന്ന നിലപാട് ഞങ്ങളെ പ്രവർത്തകർ സ്വീകരിക്കുന്നത് ഞങ്ങളുടെ നിലപാടല്ല. അത് അത്തരം നിലപാടുകൾ ഒരിക്കലും സ്വീകാര്യമല്ല എന്നുള്ള സമീപനവും ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്കെതിരായിട്ട് വരുന്നുണ്ട്, അത് നടത്തിക്കോട്ടെ. അതിനെനിക്ക് യാതൊരു വേവലാതിയും പരാതിയുമില്ല. എത്ര സൈബർ ആക്രമണം നടത്തി കഴിഞ്ഞാലും എനിക്ക് പരാതിയില്ല. കാരണം ജനങ്ങളത് വിശ്വസിക്കേണ്ട കാര്യം, ജനങ്ങളുടെ അനുഭവം നേരെ തിരിച്ചാണ്. ജനങ്ങളെ ആ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ നിലപാടെടുക്കുന്നത്. ഈ ഒരു രാഷ്ട്രീയമായിട്ടൊരു BJP CPM ഡീൽ തെളിയിക്കണം. ആർക്കെങ്കിലും അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ തെളിയിച്ചു തരണം. ഇല്ല. കാരണം വെച്ചാൽ ഞങ്ങളെ പാർട്ടി BJPയുമായുള്ള പ്രശ്നങ്ങളിൽ ഒരുപാട് വില കൊടുത്ത പാർട്ടിയാണ്. ഇവിടെ അടുത്ത് മേപ്പയ്യൂരിലാണ് ഇബ്രാഹിം രക്തസാക്ഷിയായി. ഇബ്രാഹിം രക്തസാക്ഷിയായത് RSSകാർ കുത്തിക്കൊന്നതാണ്. അഹമ്മദ് മാസ്റ്റർ ഉണ്ണര ഒരു പയ്യോളിയിലുള്ള ഒരു പ്രശ്നത്തിൽ കുത്തിക്കൊലപ്പെടുത്തിയതാണ്. എങ്ങനെ ഞങ്ങൾക്ക് BJP RSS ആയിട്ട് ഡീലുണ്ടാക്കാൻ കഴിയും? അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPMനുമെതിരായി നടത്തുന്ന കള്ളപ്രചാരവേലയുടെ ഭാഗമാണ്. അത് ആ നിലയ്ക്ക് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതൊരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്വാധീനിക്കില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഡീലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല.